ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി, പ്രഭാമണ്ഡലം എന്നിവ അഴിച്ചു പരിശോധിക്കും. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് SIT കത്തു നൽകിയിരുന്നു. മിഥുന മാസത്തിലെ പൂജയ്ക്കായി ഇന്ന് വൈകിട്ട് ക്ഷേത്രനട തുറക്കുമ്പോഴാണ് പരിശോധന നടത്തുക. വിഷ്ണു വിശദാംശങ്ങളുമായി. വിഷ്ണു, നേരത്തെ തന്നെ ഈ കട്ടിളപ്പാളി അടക്കമുള്ള സംഗതികൾ പരിശോധിച്ചതാണ് ഒരു തവണ SIT. ഇപ്പോൾ ഈ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള ഈ അവസാന പരിശോധനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് വിഷ്ണു? കഴിഞ്ഞ ഏപ്രിൽ SIT സംഘം ശബരിമലയിലെത്തി സ്വർണ്ണപ്പാളികൾ വലിയ തരത്തിൽ തന്നെ പരിശോധിച്ചതാണ്. പക്ഷേ അവസാന റിപ്പോർട്ട് നൽകുന്നതിന്റെ ഭാഗമായി ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി, പ്രഭാമണ്ഡലം എന്നിവ അഴിച്ചാണ് സാമ്പിൾ പരിശോധിക്കുക. അന്ന് SIT സംഘം ഈ കട്ടിളപ്പാളിയും പ്രഭാമണ്ഡലം അഴിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അന്ന് SIT സംഘത്തിന് അത് പരിശോധിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് വിദഗ്ധ തരത്തിലുള്ള സാമ്പിൾ ശേഖരത്തെ അണിനിരത്തിയാണ് SIT സംഘം ശബരിമലയിലേക്ക് എത്തുന്നത്. ശബരിമല സ്വർണ്ണക്കള്ളക്കേസ് കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് SIT സംഘം വീണ്ടും സന്നിധാനത്ത് അന്വേഷണം നടത്തുന്നത്. മിഥുനമാസ പൂജകൾക്കായി ഇന്ന് 5 മണിയോടുകൂടി തന്നെ ശബരിമല നട തുറക്കും. ഇത് ആ സമയത്ത് തന്നെയായിരിക്കും SIT സംഘം ശബരിമലയിലെത്തി അളവുകൾ ആദ്യം ശേഖരിക്കും. പിന്നീടായിരിക്കും ഇതിന്റെ പരിശോധനകൾ നടക്കുക. ഏതായാലും അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിന് മുൻപ് അവസാന തരത്തിലുള്ളൊരു പരിശോധനയായിരിക്കും SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. കഴിഞ്ഞ പ്രാവശ്യം SITയുടെ പരിശോധനയിൽ വലിയ തരത്തിൽ തന്നെ സാമ്പിളുകൾ കളക്ട് ചെയ്ത് അത് വിദഗ്ധ സംഘവുമായി ചേർത്ത് വെച്ചുള്ള പരിശോധന വിജയകരമായിരുന്നു. പിന്നീട് പക്ഷേ മുന്നിലുണ്ടായിരുന്ന പ്രഭാമണ്ഡലത്തിലും ഇതേ തരത്തിലുള്ള സ്വർണ്ണ കവർച്ച ഉണ്ടായി എന്നുള്ള പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പ്രഭാമണ്ഡലം അന്ന് അഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീണ്ടും വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും പ്രഭാമണ്ഡലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഴിച്ചും പരിശോധിക്കും.